സമൃദ്ധിക്കും ഗൗരിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അതുകൊണ്ട് നാളെ മുതൽ ഒരു നിമിഷം പോലും സമൃദ്ധിയെ ഒറ്റയ്ക്ക് പുറത്തുവിടരുത്. അതുപോലെ തന്നെ ഗൗരിമോളുടെ അടുത്ത് എപ്പോഴും ആളുണ്ടാവണം. ഒരിക്കൽ പറഞ്ഞെന്നും ഇനി ആവർത്തിച്ച് പറയണ്ട. എനിക്കെല്ലാം അറിയാം സാറേ. എല്ലാം ഞാൻ വിശ്വസിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നേ? നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ ക്ഷമിച്ചതേ എന്റെ അർച്ചനയ്ക്ക് വേണ്ടിയാ. എന്നിട്ടും ഇത്രയും ക്രൂരത എന്നോട് വന്ന് ചോദിക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ? അർച്ചനെ തിരിച്ചു ചോദിക്കരുത് പോലും. എടോ, മറ്റൊരാളുടെ ഭാര്യയെ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ തനിക്ക് നാണോ ഇല്ലടോ? സച്ചി, താൻ എന്തു വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ദയവ് ചെയ്ത് അർച്ചനെ മാത്രം തിരിച്ചു ചോദിക്കരുത്. ഈ അവസ്ഥയിൽ അർച്ചന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. പ്ലീസ് സച്ചി, എന്റെ മോനോടൊരല്പം അലിവ് കാണിക്കണം. തനിക്കെന്താടോ ഭ്രാന്താണോ? പിന്നെ പിന്നെ ആവർത്തിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ? താനൊരു മാന്യനാണെന്ന് ഞാൻ കരുതി. അതല്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓർമ്മയില്ലാത്ത, ഊരും പേരും അറിയാത്തൊരു സ്ത്രീയെ 10 വർഷം ഒളിപ്പിച്ച് താമസിപ്പിച്ചതും പോരെ അവളുടെ അവകാശികളൊന്ന് ചോദിച്ചപ്പോ കൊടുക്കാൻ മനസ്സില് പോലും. എന്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇപ്പോഴും അവളുടെ കഴുത്തി കിടക്കുന്നത് ഞാൻ കെട്ടിയ താലിയാ. എന്റെ അർച്ചനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ ചൂഷണം ചെയ്യാ. അവളോടൊപ്പം ജീവിച്ച് നിങ്ങൾ സുഖം പിടിച്ചുപോയി. നിങ്ങൾക്കെതിരെ പോലീസിൽ പീഡന കേസ് കൊടുക്കേണ്ടതാ. എന്റെ പാവ അർച്ചനെ നിങ്ങൾ... ഏയ് സച്ചി, നിർത്ത്. മര്യാദയോട് പറയരുത്. ആ, നിങ്ങക്ക് കാണിക്കാം അല്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടോ. എന്റെ അർച്ചനയും മോളെയും തിരിച്ചു കൊണ്ടുപോയിട്ടല്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ല. സച്ചി, സച്ചി, ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക്. ഒന്ന് പോടോ. സച്ചി, സച്ചി പ്ലീസ്. സച്ചി, നാളെയാണ് കേസ്. കോടതി അയച്ച സമൻസ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ നാളെ അവളെയും മോളെയും നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ അല്ലേ? എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കോടതിയിൽ അർച്ചന പറയാൻ പോകുന്നത് എന്റെ കൂടെ പോരണം തന്നെയായിരിക്കും. അതിനുവേണ്ടി അമ്മ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നുണ്ട്. മോനെ, നാളെ അമ്മയും കൂടി മോന്റെ കൂടെ വന്നോട്ടെ. അത് വേണ്ടമ്മേ. കോടതിയിൽ വെച്ച് അവളെയും മോളെയും കാണുമ്പോ അമ്മയ്ക്ക് ചിലപ്പോ നിയന്ത്രിക്കാൻ പറ്റുന്നു വരില്ല. അവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ചിലപ്പോ എല്ലാം തകിടം മറിയും. മോനെ, കോടതിയില് അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നീ പറയുന്ന പോലെ മിണ്ടാതിരുന്നോളാം. അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കില്ലേ? എന്റെ കൂടെ അർച്ചന വരും എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോ തന്നെ കോടതി എന്ത് തീരുമാനം എടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അയാളൊരു വക്കീലല്ലേ. എന്തെങ്കിലും കള്ള തെളിവുകൾ ഉണ്ടാക്കി അർച്ചന ആ വീട്ടിൽ നിന്ന് പോകുന്നത് തടയാൻ അയാൾ ശ്രമിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അർച്ചനയും മോളും ഇങ്ങോട്ട് വരുന്ന വീണ്ടും നീളും. മോനെ, അവള് നിന്റെ ഭാര്യയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും നിന്റെ കയ്യിലുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോ കോടതിക്ക് മനസ്സിലാവില്ലേ സത്യം മോന്റെ ഭാഗത്താണെന്ന്? നാളെ കോടതി ഒരു തീരുമാനം എടുക്കുന്നവരെ എനിക്ക് ഒരു സമാധാനമില്ലമ്മേ. അതിനിടയിൽ അമ്മ കൂടി കോടതിയിലേക്ക് വന്നാ വേണ്ട, അത് ശരിയാവില്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. നിന്നെ ഒറ്റയ്ക്ക് കോടതിയിലേക്ക് ഞാൻ വിടത്തില്ല. ഞാനും വരും. അമ്മേ, ഏത് കോടതി പോകുന്ന കാര്യം അമ്മ ഈ പറയുന്നത്? എന്താ ഏട്ടാ ഇത്? ആന്റി എന്താ ഏട്ടനോട് പറഞ്ഞത്? അമ്മ ഇങ്ങനെ ഓരോന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ല എന്താ? എന്നിട്ട് അങ്ങനെ അല്ലല്ലോ ഞങ്ങൾ കേട്ടത്. നാളെ ഏട്ടനെ ഒറ്റയ്ക്ക് കോടതിയിൽ വിടില്ല, ആന്റിയും കൂടെ വരുന്നു എന്നല്ലേ? അല്ല, അത് പിന്നെ ആ ബിജുക്കുട്ടനെ, അവന് നാളെ കോടതിയിൽ ഒരു കേസുണ്ട്. അതിന് ജാമ്യം നിൽക്കാൻ പോകുന്ന കാര്യം ഞാൻ അമ്മയോട് പറയായിരുന്നു. അപ്പൊ തൊട്ട് അമ്മയ്ക്ക് പേടി, എന്നെ പോലീസുകാർ പിടിച്ച് ജയിലിലിടുവന്ന്.
ഏട്ടൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. ഞങ്ങൾ അറിയാതെ എന്തോ ഒരു രഹസ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടു കിടക്കുന്നുണ്ട്. എന്ത് രഹസ്യം? അങ്ങനെ ഒരു രഹസ്യവും ഇല്ല. കണ്ടോ, നൈസായിട്ട് ഏട്ടൻ രക്ഷപ്പെട്ടു പോയത് കണ്ടോ? ഇനി നമ്മളൊന്നും ചോദിക്കില്ലല്ലോ. ആന്റി, അമ്മേ. സത്യം ഞങ്ങളോട് പറ. ഏത് കോടതിയിലായാലും ആന്റിയെ ഞങ്ങൾ കൊണ്ടുപോവാം. എന്ത് സത്യം? ഒരു സത്യമില്ല. എന്നെ എന്റെ മോൻ കൊണ്ടുപോയിക്കോളും. കണ്ടോ, അമ്മയെ രക്ഷപ്പെട്ടു. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം ഈ രഹസ്യം എല്ലാം കൂടി നമ്മുടെ മുമ്പിൽ തന്നെ തകർന്നു വീഴും. അന്ന് നമുക്ക് രണ്ടുപേരെയും കൈയോടെ പിടികൂടാം. അളിയനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കേസിന്റെ കാര്യമാണോ? അല്ല, അർച്ചനയുടെയും ഗൗരിമോളുടെയും കാര്യം. അവർക്കെന്താ പ്രശ്നം? അവരുടെ ജീവൻ ചിലപ്പോ അപകടത്തിലാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. എനിക്ക് മനസ്സിലായില്ല. അളിയ, അവന്തിക ഇനി കളിക്കുന്നത് നിയമം കൊണ്ടായിരിക്കില്ല. കോടതിയിൽ തോറ്റുപോകുന്ന ബോധ്യം അവന്തിക്ക് നല്ലതുപോലെ ഉണ്ട്. അതെനിക്കും അറിയാം. എങ്ങനൊക്കെ അവന്തിക ശ്രമിച്ചാലും ഈ കേസിൽ ജയിക്കാൻ കഴിയില്ല. പക്ഷേ അവന്തികയ്ക്ക് ഈ കേസ് ജീവൻ മരണ പോരാട്ടമാണ്. ഈ കേസിൽ അവന്തിക ജയിലിൽ പോയാൽ പിന്നെ ഒരിക്കലും അവന്തികയ്ക്ക് പഴയതുപോലൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് അവൾക്ക് നല്ല ധാരണയുണ്ട്. കൂടാതെ നെല്ലിശ്ശേരി കേസിലും തിരിച്ചടി ഉണ്ടാവും. രണ്ടും കൂടെ ആവുമ്പോ പിന്നെ അവന്തികയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അളിയനെ മാക്സിമം പ്രഷർ ചെലുത്തി ഈ കേസിൽ അളിയൻ കോടതിയിൽ ഹാജരാകുന്നത് തടയാനായിരിക്കും അവന്തിക നോക്കുന്നത്. അല്ല, അതിന് സമ്മർദ്ദിക്കാൻ ഗൗരിമോക്ക് എന്താ പ്രശ്നം? അളിയനെ പ്രഷറിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാ? മറ്റെന്തൊക്കെ സംഭവിച്ചാലും അളിയൻ കോടതി പോവും. പക്ഷേ സമ്മർദ്ദിക്കും ഗൗരിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അതുകൊണ്ട് നാളെ മുതൽ ഒരു നിമിഷം പോലും സമ്മർദ്ദയെ ഒറ്റയ്ക്ക് പുറത്തുവിടരുത്. അതുപോലെ തന്നെ ഗൗരിമോളുടെ അടുത്ത് എപ്പോഴും ആളുണ്ടാവണം. അല്ല, അവന്തിക നമ്മൾ ഇത്ര പേടിക്കുന്ന എന്തിനാളിയാ? പേടിക്കണോളിയാ, കൈവിട്ട ആയുധം പോലെയാ അവന്തിക ഇപ്പൊ നിൽക്കുന്നത്. എന്റെ കണക്കൂട്ടുകൾ ശരിയാണെങ്കിൽ അവന്തിയുടെ ആൾക്കാർ ഇപ്പോ അളിയനെ നിരീക്ഷിക്കുന്നുണ്ടാവും.